നമസ്കാരം. പ്രധാന വാർത്തകൾ. പശ്ചാത്തല വികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി ഒറ്റപ്പാലം നഗരസഭ പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം നഗരവികസനത്തിനും നീള നദീ സംരക്ഷണത്തിനും ബജറ്റിൽ തുക വകയിരുത്തി. നടപ്പാക്കാൻ കഴിയാത്ത പൊള്ളയായ ബജറ്റെന്ന് പ്രതിപക്ഷം. ഭവനരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി വിളയൂർ പഞ്ചായത്തിന്റെ ബജറ്റ്. ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ. ആകെ 38.6 കോടിയുടേതാണ് ബജറ്റ്. പാലക്കാട് വീണ്ടും ലഹരിവേട്ട. ഹാഷിഷോയിലുമായി 2 പേർ പോലീസ് പിടിയിൽ. പ്രതികൾ ടൗൺ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ കണ്ണികളെന്ന് പോലീസ്. വേനൽ കത്തി നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാതെ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ. തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലാണ് ലക്ഷങ്ങൾ ചിലവിട്ട പദ്ധതി നോക്കുകുത്തിയാവുന്നത്. പലതും നാശാവസ്ഥയിൽ. അനങ്ങൻമലയടിവാരത്ത് ആനച്ചന്തം തീർക്കുന്ന കീഴൂർ കാളികാവ് പൂരത്തിന് തട്ടകമൊരുങ്ങി. പൂരം ശനിയാഴ്ച, വലിയ ആറാട്ട് വെള്ളിയാഴ്ച ആഘോഷിക്കും. പൂരം ഇത്തവണയും മലബാർ ന്യൂസ് തത്സമയം പ്രേക്ഷകരിലെത്തിക്കും. വാർത്തകളിലേക്ക് വിശദമായി. പശ്ചാത്തല വികസനം, ആരോഗ്യ മേഖല, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കുടിവെള്ള വിതരണം, കാർഷിക മേഖല, വിദ്യാഭ്യാസ, കലാ സാംസ്കാരിക, യുവജനക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ഒറ്റപ്പാലം നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ കെ രാജേഷ് ബജറ്റ് അവതരിപ്പിച്ചു. പശ്ചാത്തല വികസനത്തിന് 74,71,250 രൂപയും, ആരോഗ്യമേഖലയ്ക്ക് 7,26,70,000 രൂപയും, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 6,50,00,000 രൂപയും, കുടിവെള്ള വിതരണത്തിന് 12 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 3,64,51,250 രൂപ, വിദ്യാഭ്യാസ, കലാ സാംസ്കാരിക, യുവജനക്ഷേമത്തിനായി 5 കോടി, ഊർജ്ജ മേഖലയ്ക്ക് 2 കോടി, ഭവന നിർമ്മാണത്തിന് 11 കോടി, കുട്ടികൾ, വനിതകൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ എന്നിവരുടെ ഉന്നമനത്തിനായി 2 കോടി, വയോജനങ്ങൾക്കായി 1 കോടി, അതിദരിദ്രരുടെ ഉന്നമനത്തിനായി 50 ലക്ഷം എന്നിങ്ങനെയും ബജറ്റിൽ തുക നീക്കിവച്ചിരിക്കുന്നു. ഒറ്റപ്പാലം നഗര സൗന്ദര്യവൽക്കരണത്തോടൊപ്പം വള്ളുവനാടൻ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നഗരത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന തരത്തിൽ ഒരു പ്രതീകം നഗരത്തിലൊരുക്കും. തേജസ്സോടെ ഒറ്റപ്പാലം പദ്ധതിക്ക് 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നിടത്ത് നഗര ചത്വരം ഒരുക്കും. പുതിയ തലമുറയ്ക്ക് ഒറ്റപ്പാലത്തെക്കുറിച്ച് അറിയുന്നതിനും ഒറ്റപ്പാലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനും സൗകര്യപ്രദമാകും വിധത്തിൽ പഴയ കെട്ടിടം പൊളിച്ചെടുത്ത് നഗരചത്വരം യാഥാർത്ഥ്യമാക്കും. ജലസമൃദ്ധം ഒറ്റപ്പാലം പദ്ധതിക്ക് 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ലഹരി മാഫിയയെ തുരത്തുന്നതിനായി വാർഡ് തലത്തിൽ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ഹരിത കലാലയങ്ങൾക്ക് 10 ലക്ഷം രൂപ വകയിരുത്തി. വരണ്ട് മെലിഞ്ഞുണങ്ങിയ നിളനദിയെ സംരക്ഷിക്കുന്നതിനായി നിലക്കായ പദ്ധതിക്ക് 30 ലക്ഷം രൂപയും, വെണ്ണിലാവ് പോലെ വെട്ടിത്തിളങ്ങുന്ന വെണ്മ പദ്ധതിക്ക് 1 കോടി രൂപയും, ഗ്രന്ഥപുര പദ്ധതിക്ക് 39 ലക്ഷവും, സ്കൂൾ മുറ്റം, കൃഷിമുറ്റം പദ്ധതിക്ക് 50 ലക്ഷവും, മാസ്റ്റർ ഡ്രെയിനേജ് സിസ്റ്റം, പൊതുയിടം വാർഡുകളിൽ തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. 138,20,20,000 രൂപ വരവും 137,34,02,233 രൂപ ചെലവും 17,67,11,972 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച നഗരസഭയാണ് ഒറ്റപ്പാലം നഗരസഭയും തേടിയെത്തി. അതേപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷന്റെ തന്നെ മറ്റൊരു അവാർഡും ഒറ്റപ്പാലം നഗരസഭയ്ക്ക് ലഭിക്കുകയുണ്ടായി. ജില്ലാ ശുചിത്വ മിഷന്റെ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ അവാർഡും നമുക്കാണ് ലഭിച്ചത്. ഒട്ടേറെ കാര്യങ്ങളിൽ വികസനത്തിന്റെ അടിത്തറയിട്ട് മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ വലിയ പരിശ്രമമാണ് ഈ കാലയളവിനുള്ളിൽ നാം നടത്തിയത്. അതിൽ മെച്ചപ്പെട്ട റിസൾട്ടും നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. പൂട്ടിക്കിടന്നിരുന്ന സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡിനകത്തുള്ളത് തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി തനത് വരുമാനം വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു. മാത്രമല്ല, യാർഡിനകത്ത് ബസ് നിർത്തിയിടുന്ന സ്ഥിതി മാറ്റിയെടുക്കാൻ വലിയ പരിശ്രമത്തിലൂടെ നമുക്ക് കഴിഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, കെ അബ്ദുൽ നാസർ, ഫൗസിയ ഹനീഫ, ടി ലത, പി മായ, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ കാലം കൗൺസിലറായ S ഗംഗാധരനെ ഉപഹാരം നൽകി ആദരിച്ചു. അതേസമയം നടപ്പാക്കാൻ കഴിയാത്ത പൊള്ളയായ ആവർത്തന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് UDF ആരോപിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും ബജറ്റിലില്ലെന്ന് BJPയും ആരോപിച്ചു. ഭവനരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് ഊന്നൽ നൽകി വിളയൂർ പഞ്ചായത്ത് ബജറ്റ്. സമസ്ത മേഖലയെയും ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് KP നൌഫൽ അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ഭവനരഹിത പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് മുഖാന്തരം ആദ്യമായി
എടുത്തു പറയാവുന്ന ഒരു പ്രവർത്തനം. നിലവിൽ 474 വീടുകൾ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഭരണസമിതി വന്നതിന് ശേഷം. ഇനി അന്നത്തെ രേഖകൾ ശരിയാക്കുന്ന ആളുകൾ പുതിയ അപേക്ഷക്കാരൊക്കെ അപേക്ഷ അത് വിയോ ഇടപെട്ട് അതിന്റെ സർവ്വ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും കൂടി നമ്മൾ ഈ സാമ്പത്തിക വർഷത്തിൽ വീട് കൊടുക്കുന്നതോടുകൂടി സമ്പൂർണ്ണമായി നമ്മളെ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും രേഖകളുള്ള കൃത്യമായ രേഖകളുള്ള ആളുകൾക്ക് വീട് കൊടുക്കുന്ന പഞ്ചായത്തായി നമ്മൾ മാറാൻ പോകും എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ എടുത്തു കാണിക്കാവുന്ന ഒരു പ്രവർത്തനം. അതേപോലെ നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വരാജ് ട്രോഫിക്ക് ലഭിക്കാൻ പോകുന്ന ക്യാഷ് അവാർഡ് അത് ഉപയോഗിച്ചുകൊണ്ട് യുവാക്കൾക്ക് എന്നതിൽ ആവശ്യമായ ഷട്ടിലിന്റെ ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ ആ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് അടുത്ത സാമ്പത്തിക വർഷം നടപ്പിലാക്കണം എന്നതാണ് ബഡ്ജറ്റിലെ നമ്മൾ കൂടി നൽകുന്ന അടുത്ത ഒരു പദ്ധതി. അതേപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് വോളിബോൾ കോർട്ട് ഇപ്പൊ നിലവിൽ പാതി നമ്മുടെ പഞ്ചായത്ത് സ്ഥലത്ത് ചെറിയ സ്റ്റേഡിയം ഒക്കെ ആയിട്ടുണ്ട്. അത് കൃത്യമായി പൂർണ്ണമായി ഒരു 38 കോടി 6,50,000 രൂപ വരവും 37 കോടി 66,100,000 രൂപ ചിലവും 40,49,000 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വിളയൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് KP നൌഫൽ അവതരിപ്പിച്ചത്. ഭവനരഹിതരില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിന് ബജറ്റ് ഊന്നൽ നൽകുന്നു. ഭവന പദ്ധതിക്കായി ബജറ്റിൽ 15.6 കോടി രൂപ വകയിരുത്തി. ഗ്രാമീണ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികളിലായി 4.45 കോടി രൂപ വകയിരുത്തി. ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇത്തവണത്തെ സ്വരാജ് ട്രോഫി പുരസ്കാര തുക 10 ലക്ഷം രൂപയും കാർഷിക മേഖലയിൽ 85 ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖല, ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങി സമസ്ത മേഖലയ്ക്കും ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് MK ബേബി ഗിരിജ യോഗത്തിൽ അധ്യക്ഷയായി. പാലക്കാട് വീണ്ടും ലഹരിവേട്ട. ഹാഷിഷ് ഓയിലുമായി 2 പേർ പിടിയിൽ. പാലക്കാട് ടൗൺ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ കണ്ണികളായ പ്രതികൾ കുറച്ചു ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പാലക്കാട് യാക്കരയിൽ നിന്നാണ് 7.77 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 പേരെ പോലീസ് പിടികൂടിയത്. മയക്കുമരുന്നിനെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് യാക്കര പെരുവമ്പ് സ്വദേശികളായ 2 പേർ പിടിയിലായത്. പെരുവമ്പ് കുമ്പളൂക്കാട് ലക്ഷ്മി നിവാസിൽ KP ശ്രീജിത്ത്, വെസ്റ്റ് യാക്കര മൂണങ്കാവ് വിശ്വാസ് എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് ടൗൺ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ കണ്ണികളായ പ്രതികൾ കുറച്ചു ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതികൾ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP രാജേഷ് കുമാർ, പാലക്കാട് നർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ മനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് ടൗൺ സൗത്ത് പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്. ഒരു തവണ പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത പദ്ധതിയായിരുന്നു കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഗ്രാമപഞ്ചായത്തുകളിൽ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ. ഈ കൂറ്റൻ ടാങ്കുകൾ എന്തിനാണ് സ്ഥാപിച്ചതെന്ന് പോലും ഇപ്പോഴും പലർക്കും അറിയില്ല. 6 വർഷം മുന്നേ സ്ഥാപിച്ച ടാങ്കും സ്റ്റാൻഡും നശിച്ചു തുടങ്ങി. മണ്ണാർക്കാട് താലൂക്കിലെ 25ഓളം വില്ലേജുകളിലായി 191 കിയോസ്കുകളാണ് സ്ഥാപിച്ചത്. തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലാണ് 7 വർഷം മുന്നേ റവന്യൂ വകുപ്പ് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചത്. പരിപാലനമില്ലാതെയും ഉപയോഗിക്കാതെയുമായതോടെ മിക്ക ടാങ്കുകളും ടാങ്കിൽ സ്ഥാപിച്ച പൈപ്പുകളും നശിച്ചു. അടപ്പ് പൊട്ടിപ്പോയതോടെ മഴവെള്ളം അകത്തുകയറി കൊതുക് വളരാനുള്ള സാഹചര്യവുമുണ്ട്. ഇതിനാൽ ചില ടാങ്കുകൾ തലകുത്തനെ വെച്ചതും കാണാം. ടാങ്കുകൾ സ്ഥാപിക്കാനുള്ള ഇരുമ്പ് സ്റ്റാൻഡും തുരുമ്പെടുത്തു തുടങ്ങി. അതാത് ഗ്രാമപഞ്ചായത്തുകളും റവന്യൂ വകുപ്പും ചേർന്ന് വാഹനങ്ങളിൽ വെള്ളമെത്തിച്ച് ടാങ്കിൽ നിറയ്ക്കും. തുടർന്ന് ടാങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് വഴി ആവശ്യക്കാർക്ക് ശേഖരിക്കാൻ കഴിയുന്നതായിരുന്നു പദ്ധതി. എന്നാൽ ഒരു തവണ പോലും ഇതിന്റെ ഉപയോഗം നടന്നിട്ടില്ല. പരിപാലനം അതാത് ഗ്രാമപഞ്ചായത്തുകൾക്കാണെന്നാണ് വിവരം. എന്നാൽ ടാങ്കിന്റെ സ്ഥിതി കണ്ടാൽ ഈ വിവരം ഒരു ഗ്രാമപഞ്ചായത്തും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നും. മണ്ണാർക്കാട് താലൂക്കിലെ 25ഓളം വില്ലേജുകളിലായി 191 കിയോസ്കുകളാണ് സ്ഥാപിച്ചത്. ഒരു തവണ പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത പദ്ധതിയായിരുന്നു ഇത്. ഒറ്റപ്പാലം കോതകുറിശി പനമണ്ണയിൽ പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ ED റെയ്ഡ്. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. വ്യാഴാഴ്ച രാവിലെ 7-ന് തുടങ്ങിയ പരിശോധന മണിക്കൂറുകളോളം നീണ്ടു. സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് പരിശോധന നടത്തിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കീഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ശനിയാഴ്ച. വെള്ളിയാഴ്ച രാത്രി വലിയ ആറാട്ടിന്റെ ഭാഗമായുള്ള കാളവേലയും അരങ്ങേറും.
ഇത്തവണയും അനങ്ങൻമലയുടെ താഴ്വരയിൽ കാഴ്ച വിസ്മയമാകും കീഴൂർ പൂരം. പൂരം തത്സമയം മലബാർ ന്യൂസ് പ്രേക്ഷകരിലെത്തിക്കും. അനങ്ങൻമലയുടെ താഴ്വരയിൽ കീഴൂർ മേലൂർ ദേശങ്ങൾ കാഴ്ചവിസ്മയം തീർക്കുന്ന കീഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തട്ടകമൊരുങ്ങി. ശനിയാഴ്ചയാണ് പൂരം. വെള്ളിയാഴ്ച വലിയാറാട്ട് കാളവേല ആഘോഷിക്കും. രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. രാത്രി 10:30 ഡബിൾ തായമ്പക, 11 മണി മുതൽ കാളവരവ് എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ കാഴ്ചശീവേലിയോടെ പൂരച്ചടങ്ങുകൾ തുടങ്ങും. ഉച്ചയ്ക്ക് ശേഷം 3:30 ക്ഷേത്രനടയിൽ ഗജവീരന്റെ അകമ്പടിയിൽ പഞ്ചവാദ്യം അരങ്ങേറും. തുടർന്ന് 5 മണിയോടെ ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. കീഴൂർ മേലൂർ ദേശങ്ങൾക്ക് വേണ്ടി 25ഓളം ആനകൾ ഇത്തവണയും പകൽപൂരത്തിൽ അണിനിരക്കും. ഊതൻ, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവയും കാഴ്ച വിരുന്നാകും. ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഇപ്രാവശ്യം ഗംഭീരമാണ് ഉത്സവം. കീഴൂർ കാളിയാവിൻ്റെ ഇപ്രാവശ്യം അഷ്ടമംഗല ദേവപ്രശ്നമൊക്കെ ഉണ്ടായതാണ്. അതിൽ ഞങ്ങൾ ഒരുപാട് ദേവപ്രശ്നങ്ങളെ പരിഹാരക്രിയകൾ ചെയ്തിട്ടുണ്ട്. ഞാഗ പരിഹാരക്രിയകൾ ചെയ്യാനുള്ളത് ധ്വജത്തിൻ്റെയാണ്. അപ്പോൾ നാളെ വലിയാറാട്ടാണ്, മറ്റന്നാൾ പൂരാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഇതെന്ന് പറഞ്ഞാൽ ദേശമഹാഗുരുതിയാണ്. പൂരം കഴിഞ്ഞ് ഉറക്കത്തുനിന്ന് 5:30 മണി മുതൽ ദേശമഹാഗുരുതി. അതെ, ദേശമഹാഗുരുതിയാണ്. നല്ല അരങ്ങോട് കൂടി തന്നെയാണ് പൂരം വരുന്നത്. എല്ലാ കാഴ്ചകളും അതിഗംഭീരമായിട്ടാണ്. നല്ല ഗജകവീരന്മാരെല്ലാം നിരന്ന് പൂരം അതിഗംഭീരമായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ക്വയറ്റായിട്ടുള്ളൊരു പൂരമാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എല്ലാം കൊണ്ടും നല്ല സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. മലയുടെ അടിവാരാണ്. കാഴ്ചകൾ നല്ലോണമുണ്ട്, സീനറികൾ നല്ലോണ്ട്. ആൾക്കാർക്ക് ആസ്വദിക്കാൻ നല്ലൊരു പൂരമാണ് ഇത്. നല്ല ഗജവീരന്മാരൊക്കെ നന്നായിട്ട് നിരക്കുന്ന ഒരു പൂരമാണ്. നാളെ കാളവേലയാണ്. കാളവേലയ്ക്കും അതേമാതിരി തന്നെയാണ്. എണക്കാളകൾ നിരക്കുന്ന സ്ഥലമാണ്. എണക്കാളകൾ നല്ല കണ്ടമാനം വരുന്നതാണ്. രാത്രി 11 മണി മുതൽ രാവിലെ പുലർച്ചെ 3 മണി വരെ കാള കയറിക്കൊണ്ടേയിരിക്കും. അതിനെ നിരത്തി കഴിഞ്ഞാൽ പിന്നെ പകൽപ്പൂരാണ്. പിന്നെ രാവിലെ കാഴ്ചശീവേലിയുണ്ട്. രാവിലെ അല്ലേ, കാഴ്ചശീവേലിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് അയ്യപ്പൻ ക്ഷേത്രമുണ്ട്. അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഇറക്കി പൂജ എഴുന്നള്ളിപ്പുണ്ട്. രാവിലെ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. കൊല്ലം പോലെ തുടങ്ങുകയാണ്. പിന്നെ അതിനുശേഷം 3 മണിക്ക് പകൽപ്പൂരം തുടങ്ങും. 3 മണിക്ക് പകൽപ്പൂരം നിരന്നു കഴിഞ്ഞാൽ 5-5:30 ആകുമ്പോഴേക്ക് ക്ഷേത്രത്തിൻ്റെ പൂരം, ദേവസ്വം പൂരം ഉള്ളിൽ കയറും. അത് കഴിഞ്ഞാൽ ഓരോ പൂരങ്ങൾ വന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് എല്ലാം പ്രദക്ഷിണം ചെയ്ത് ഭംഗിയായിട്ട് അവർ ഇറങ്ങിപ്പോവും. ഇപ്രാവശ്യം പൂരം കാണാൻ വേണ്ടിയിട്ട് ഭജന മണ്ഡപം ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അതേപോലെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലേഡീസിന് ജെൻസിനുള്ള ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വാദ്യക്കാർക്കുള്ള റെസ്റ്റ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പൂരം ഇത്തവണയും മലബാർ ന്യൂസ് തത്സമയം പ്രേക്ഷകരിലെത്തിക്കും. പെരിന്തൽമണ്ണ ചെമ്മലശ്ശേരി കിള്ളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം മാർച്ച് 23 തുടങ്ങും. സൂര്യമഹായജ്ഞത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുക എന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട്ടിൽ ആദ്യമായാണ് ഒരു ക്ഷേത്രം സൂര്യയജ്ഞത്തിന് വേദിയാകുന്നത്. ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് മാർച്ച് 23 സൂര്യ അഷ്ടാക്ഷര മഹായജ്ഞത്തോടെ തുടക്കമാകും. സൂര്യനെ അറിയുക, ഉപാസിക്കുക, ഉപയോഗിക്കുക എന്ന സന്ദേശവുമായാണ് സൂര്യയജ്ഞം നടത്തുന്നത്. ഈ യജ്ഞത്തിന് വള്ളുവനാട്ടിൽ ആദ്യമായാണ് ഒരു ക്ഷേത്രം വേദിയാകുന്നത്. രാവിലെ 7:30 സൂര്യ അഷ്ടോത്തര അർച്ചനയോടെ യജ്ഞം ആരംഭിക്കുമെന്ന് ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സൂര്യഗായത്രി ജപം, നവഗ്രഹ പൂജ, ധ്യാനം, കീർത്തനം, പ്രഭാഷണം, സൗരയന്ത്രപൂജ എന്നിവയ്ക്ക് ശേഷം പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് സൂര്യ അഷ്ടാക്ഷര മന്ത്രോപദേശം നൽകും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായ സൂര്യൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചറിഞ്ഞ് ആരാധിക്കുവാനും സൗരോർജ്ജ ഉപയോഗം വർദ്ധിപ്പിക്കുവാനുമാണ് യജ്ഞം ആഹ്വാനം ചെയ്യുന്നത്. മാർച്ച് 23 ഈ സൂര്യയജ്ഞത്തോടു കൂടിയിട്ടാണ് പൂരാഘോഷം ആരംഭിക്കുന്നത്. സൂര്യനെ അറിയുക, ഉപാസിക്കുക, ഉപയോഗിക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് വള്ളുവനാട്ടിൽ ആദ്യമായിട്ട് ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സൂര്യയജ്ഞം നടക്കുന്നത്. സൂര്യൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണ്. എല്ലാ ജീവജാലങ്ങൾക്കും സൂര്യൻ്റെ ആ സ്രോതസ്സില്ലാതെ, ഊർജമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു ആചാരം അനുസരിച്ചും മറ്റും സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ ക്ഷേത്ര ചടങ്ങുകളും നടക്കുന്നത്. കണ്ണൂർ ആലച്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് മുഖ്യ യജ്ഞാചാര്യൻ. യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്ര തട്ടകത്തെ 25 പ്രദേശങ്ങളിൽ കുടുംബയോഗങ്ങളും ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്ഷേത്ര തട്ടകത്തെ 25ഓളം കേന്ദ്രങ്ങളിൽ
കുടുംബയോഗവും ലഹരി വിരുദ്ധ സദസ്സും ഇന്നത്തെ ഒരു പ്രാധാന്യമനുസരിച്ച് ലഹരി വിരുദ്ധ സദസ്സും സംഘടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് മാർച്ച് 23 മുതൽ വളരെ ആഘോഷപൂർവ്വം തന്നെ ഈ വർഷത്തെ പൂരം നടത്തപ്പെടുകയാണ്. ഏപ്രിൽ 1 വരെ വിപുലമായ പരിപാടികളോടെ പൂരം ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കൃഷ്ണമുരാരി ഭട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. മാർച്ച് 30 രാവിലെ നടക്കുന്ന ആദരായണം ചടങ്ങിൽ ഈ വർഷത്തെ കിളിക്കുന്നുകാവ് ഭദ്രപ്രിയ പുരസ്കാരം ആരോഗ്യ ശുശ്രൂഷ സാമൂഹ്യ സേവന രംഗങ്ങളിൽ പുലാമന്തോളിൻ്റെ ജനകീയ മുഖമായ ഡോക്ടർ VM വാസുദേവന് സമർപ്പിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 1 ആറാട്ട്, വേലകളുടെ കാവുകയറൽ, ദേശകുരുതി തുടങ്ങിയ ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ നടക്കും. വാർത്താസമ്മേളനത്തിൽ പൂരാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ MK കരുണാകരൻ, പ്രോഗ്രാം കൺവീനർ M വേണുഗോപാൽ, ട്രഷറർ P ഗോപിനാഥൻ, ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ CV മുരളി, വൈസ് ചെയർമാൻ P രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 2 യുവ കർഷകരുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ വിജയകരമായി കൃഷി ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയിലെ ദുബായ് പടിയിൽ 2 ഏക്കർ സ്ഥലത്താണ് യുവാക്കളായ ഷമീർ പട്ടാണി, റിയാസ് പാട്ടശ്ശേരി എന്നിവർ ചേർന്ന് തണ്ണിമത്തൻ കൃഷി വിജയിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വിളവെടുത്തു. പെരിന്തൽമണ്ണ ദുബായ് പടിയിലെ പാടത്ത് തണ്ണിമത്തനും വിളയിച്ചു. യുവ കർഷകരായ ഷമീർ പട്ടാണി, റിയാസ് പാട്ടശ്ശേരി എന്നിവർ ചേർന്ന് 2 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. സാദാ തണ്ണിമത്തൻ, കിരൺ, ഇറാനി, ഓറഞ്ച് എന്നിങ്ങനെ 4 തരം തണ്ണിമത്തനാണ് യുവ കർഷകർ കൃഷി ചെയ്ത് വിജയിപ്പിച്ചത്. ഡിസംബറിൽ വിത്തിറക്കി. മാർച്ച് പകുതിയായതോടെ വിളവെടുക്കാൻ പാകമായി. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ P ഷാജി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ദിവസവും 3 നേരം നനച്ച് കൃഷി പരിപാലിച്ചു. രാസവളവും ജൈവവളവും ഉപയോഗിച്ചിരുന്നു. 3 മാസം കൊണ്ട് നല്ല വിളവ് തന്നെ ലഭിച്ചു. പെരിന്തൽമണ്ണ കൃഷിഭവൻ്റെ കീഴിൽ തന്നെ ഫസ്റ്റാണ് ഇവിടെ തണ്ണിമത്തൻ കൃഷി. ഇതിപ്പോൾ ഞങ്ങൾ ഡിസംബറിലാണ് ഇവിടെ വിളവ് വിത്തിട്ടത്. ഇപ്പോൾ മാർച്ചിൽ ഇപ്പോൾ വിളവെടുത്തു. വിളവ് കുഴപ്പമില്ല. ഈ മഴ ചെറുതായിട്ടൊന്ന് ബാധിച്ചു. പിന്നെ ഞങ്ങൾ 4 ഐറ്റമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. സാദുണ്ട്, പിന്നെ ഇറാനിയിൽ റെഡ്, പിന്നെ ഓറഞ്ച്, യെല്ലോ, 4 ഐറ്റമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷി സമൃദ്ധി പദ്ധതിയിൽ 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് കൃഷിവകുപ്പ് 40,000 രൂപ സബ്സിഡി അനുവദിച്ചിരുന്നു. 2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് 80,000 രൂപയാണ് ഇവർക്ക് സബ്സിഡിയായി ലഭിച്ചത്. കപ്പ, ചേന തുടങ്ങിയ കൃഷികളാണ് ഈ പള്ളിയാലിൽ ചെയ്തു വന്നിരുന്നത്. യുവ കർഷകരായ ഷമീറും റിയാസും ഇത്തവണ തണ്ണിമത്തൻ കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. അജൈവ മാലിന്യം ശേഖരിച്ച് MCFലേക്ക് എത്തിക്കാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വാഹനങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. 9 ഗ്രാമപഞ്ചായത്തുകൾക്കും 2 നഗരസഭകൾക്കും വാഹനങ്ങൾ നൽകി. വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കൈമാറി. നഗരസഞ്ചയം പദ്ധതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് ഇതിൽ മലപ്പുറം നഗരസഭയും നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ 5 വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രൊജക്റ്റായിരുന്നു. അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കറിയാം മാലിന്യ മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് ഹരിത കർമ്മസേന എല്ലാ ഗ്രാമപഞ്ചായത്തിലും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകൾ നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വാഹനം അനുവദിച്ചത്. ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വാഹനം വരാൻ അല്പം വൈകി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്ഥിരസമിതി അധ്യക്ഷരായ NA കരീം, സെറീന ഹസീബ്, സെക്രട്ടറി S ബിജു എന്നിവർ പങ്കെടുത്തു. പടയൊരുക്കം എന്ന പേരിൽ ലഹരി നിർമ്മാർജ്ജന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഹൗസ് ക്യാമ്പയിൻ കരിമ്പുഴ PA തങ്ങളുടെ വസതിയിൽ സംഘടിപ്പിച്ചു. PA തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വളരെ ഒരു ആപത്തായി മാറിയിരിക്കുകയാണ്. ലഹരി സാധനം അന്വേഷിച്ച് ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ എല്ലാ ലഹരി സാധനങ്ങളും ലഭിക്കും.
സാധാരണഗതിയിൽ ഡോക്ടറെ എഴുത്തുണ്ടെങ്കിലേ കിട്ടുള്ളൂ. പക്ഷേ പരിചയമുള്ളവർക്ക് എഴുത്തില്ലാതെ കൊടുക്കും. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ലഹരി മരുന്നുകളുണ്ട്. അത് ചില പ്രത്യേക രോഗങ്ങൾക്ക്, മാനസിക രോഗികൾക്ക് ഡോക്ടർ എഴുതി കൊടുത്തതാണ്. ചിലർക്ക് ഉറങ്ങാൻ ഒരു ഗുളിക കഴിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ പലരും ഉറങ്ങില്ല. അങ്ങനത്തെ സ്ഥിതിയുമുണ്ട്. ലഹരി നിർമ്മാർജ്ജന സമിതി പ്രസിഡന്റ് ഹമീദ് ഹാജി പൊന്നങ്കോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജമാലുദ്ദീൻ കൂടല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ, KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദൻ, CP സാദിഖ്, നമ്പിയത്ത് മുഹമ്മദ് ഹാജി, ഉമ്മർ കുന്നത്ത്, ബഷീർ EP, നിഷാരാമൻ, ഹംസ, സൈദലവി, സയ്യിദ് ഹബീബ് തങ്ങൾ, സാഹിറ, K ജസീറ, KP ഫാത്തിമ, M അശോകൻ, PA അഷ്റഫ് തങ്ങൾ, PA ഫസൽ തങ്ങൾ, P കുഞ്ഞലവി, KT ജലീൽ, S മുഹമ്മദ് സാഹിബ് എന്നിവർ സംസാരിച്ചു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും 3 വയസ്സിനുള്ളിൽ ഇന്റർനാഷണൽ റെക്കോർഡുകൾ ഉൾപ്പെടെ 4 റെക്കോർഡുകൾ. അത്ഭുതമായി കുഞ്ഞു ഇവാന. മണ്ണാർക്കാട് പുല്ലിശ്ശേരി പെരിഞ്ചിറയിൽ ശ്രീറാമിന്റെയും കരിമ്പുഴ കോട്ടപ്പുറം തോട്ടര പുത്തൂർക്കളം ദീപാമോഹന്റെയും മകളാണ് ഈ മിടുക്കിക്കുട്ടി. Where is Dr. APJ Abdul Kalam? Yes. Where is Pinarayi Vijayan? Yes. Where is Gandhiji? Yes. Where is V.S. Achudanandan? V.S. Achudanandan. എഴുന്നേറ്റുന്നു. Yes. Okay, where is Dr. B.R. Ambedkar? Dr. B.R. Ambedkar. Yes. കണ്ണിലുടക്കിയാൽ എന്തും മനപ്പാടമാണ് ഈ കൊച്ചുമിടുക്കിക്ക്. ഇംഗ്ലീഷ്, മലയാളം അക്ഷരമാലകൾ, ആഴ്ചകൾ, മാസങ്ങൾ, അക്കങ്ങൾ, നക്ഷത്രങ്ങൾ, 500-ൽ പരം വസ്തുക്കളുടെ പേരുകൾ, സംഖ്യകൾ തുടങ്ങി എന്തും മനപ്പാടമാണ് ഇവാന ശ്രീറാമിന്. വിശാഖം, അനീരം, തെക്കേട്ട, നൂറ്, ഊരാടം, ഒട്ടേത്, തിരുവന, അഭിത്തം, ചതി, മുഴത്തെ, നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ പേരെന്താ? നാഷണൽ ഫ്ലാഗിന്റെ പേര് അത് തിരങ്ക. നാഷണൽ ഫ്രൂട്ട് ഏതാ? നാഷണൽ ഫ്ലവർ ഏതാ? നാഷണൽ ബേർഡ് ഏതാ? ബേർഡ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാ? പ്രൈം മിനിസ്റ്ററിന്റെ പേര്? പ്രൈം മിനിസ്റ്ററിന്റെ പേര് അത് പിന്നെ നാഷണൽ ആനിമൽ ഏതാ? ആനിമൽ ഇതുകൂടാതെ കുട്ടി കവിതകളും അറിയാം. പാട്ടിനോടുള്ള അഭിരുചിയും വേറെയാണ്. മാക്സിമം നമ്പർ ഓഫ് ടോപ്പിക്സ് കവേർഡ് ബൈ എ യങ് ജീനിയസ് എന്ന കാറ്റഗറിയിലാണ് കലാം വേൾഡ് റെക്കോർഡ് ഇവാനയ്ക്ക് സ്വന്തമായത്. ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഇംഗ്ലീഷ്, മലയാളം അക്ഷരമാലകൾ, നക്ഷത്രങ്ങൾ, മാസങ്ങൾ എന്നിവ പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന നിലയിലാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചത്. കൂടാതെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയും കുഞ്ഞുപ്രായത്തിൽ ഇവാനയെ തേടിയെത്തി. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തു പറഞ്ഞാലും പിന്നീട് ചോദിക്കുമ്പോൾ കൃത്യമായി പറയുമായിരുന്നു ഇവാന എന്ന് അമ്മ ദീപ ശ്രീറാമും അമ്മയുടെ അനുജത്തി ദിവ്യമോഹനും പറഞ്ഞു. ഞങ്ങളൊരു 2 വയസ്സ് മുതലൊക്കെയാണ് മോളുടെ കഴിവുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആദ്യം ഒരു കൗതുകമായിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തിരിച്ചു പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ ഒരു കൗതുകമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങളത് വീഡിയോസ് ആയിട്ട് എടുത്തു വെക്കാറുണ്ട്.
പിന്നെ അവള് കൂടുതലൊരു ഫോൺ അഡിക്ഷൻ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് ബുക്സും ഫ്ലാഷ് കാർഡ്സും ഒക്കെ അങ്ങനെ വാങ്ങി കൊടുക്കാനുണ്ടായത്. അപ്പോൾ അവളത് നമ്മൾ ഒരു തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 2 തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് തിരിച്ച് പറഞ്ഞു തരാറുണ്ട്. അപ്പം ഞങ്ങളത് കുറച്ച് സീരിയസ് ആയി എടുത്ത് പിന്നെ ഞങ്ങൾ ഫ്ലാഷ് കാർഡ്സും ബുക്സൊക്കെ കുറച്ച് നമ്പേഴ്സൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടും സ്പീഡ് കൂട്ടിക്കൊണ്ട് വന്നിട്ടും ഒക്കെ ഞങ്ങളങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് അതങ്ങനെ നമ്മൾ അതോറിറ്റീസിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ നമുക്കൊരു മെയിൽ കൺഫർമേഷൻ വന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒക്കെ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഒരു യങ് ജീനിയസ് കിഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. അവള് ഒരു 500-ൽ പരം സാധനങ്ങളുടെയൊക്കെ പേരുകൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ മലയാളം കലണ്ടർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നാളുകൾ പക്കങ്ങളൊക്കെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ പറയുക, പേഴ്സണാലിറ്റീസിൻ്റെ പേര്, മാത്സ് ഡയഗ്രാംസിൻ്റെ പേരുകളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവൾക്കിപ്പോൾ ഒരു യങ് ജീനിയസ് കിഡ് കാറ്റഗറിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ഐഡന്റിഫിക്കേഷൻ, മെമ്മറി സ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വന്നിട്ട് ഈ 3 വയസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തത്. ഇതിന് ഏറ്റവും കൂടുതൽ അവളെ ട്യൂട്ടർ ചെയ്യുന്നത് ഞങ്ങളുടെ അമ്മയും അച്ഛനുമാണ്. ചെറുപ്പം മുതലേ അച്ഛന് വളരെ നിർബന്ധമായിരുന്നു ഞങ്ങൾ ബുക്സ് വായിക്കണം, ബുക്സ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്ന, എന്നെയും ചേച്ചീനെയും ട്രെയിൻ ചെയ്തത് അച്ഛനാണ്. അമ്മയും അതുപോലെ തന്നെയാണ് അവളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. അപ്പോൾ ഒരു മൊബൈൽ സ്ക്രീൻ ടൈം മാക്സിമം ഒഴിവാക്കുക എന്നുള്ള ഒരു എയിം മാത്രമായിരുന്നു. അതിനു വേണ്ടി അവളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ഫ്ലാഷ് കാർഡ്സ് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു സമയം. അങ്ങനെയാണ് ഈ 4 റെക്കോർഡ്സും അവൾക്ക് കിട്ടുന്നത്. ഇവാനയുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞ് എല്ലാ പിന്തുണയും കുടുംബം നൽകുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയതിൽ ഏറെ സന്തോഷത്തിലാണ് ഇവാനയുടെ അമ്മമ്മ കുമാരി മോഹനും. ജോലി കാരണം ഇവിടെ നിൽക്കണു, പിന്നെ ആഴ്ചയിലൊക്കെ 2 ദിവസം അവിടേക്ക് പോവും. അങ്ങനെ ആ ഇടയിലുള്ള സമയങ്ങളിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവള് ചെറിയ കുട്ടി ആയ മുതൽ ഞങ്ങളുടെ ഒപ്പമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവള് പിന്നെ ശ്രദ്ധിക്കണം. ഇതൊക്കെ കണ്ടപ്പോഴാണ് ചെറിയ മോളിപ്പോൾ MSc മാത്സ് കഴിഞ്ഞ് ഇപ്പോൾ ബാങ്ക് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയിൽ അവളുടെ കാര്യങ്ങളിലും കൂടുതൽ അവള് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് ഈ റെക്കോർഡിന് വേണ്ടിയിട്ട് അവള് പരിശ്രമിച്ചത്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തലക്കുളം സംരക്ഷണ പദ്ധതി പ്രകാരം അലനല്ലൂർ ടൗണിൽ നിർമ്മിച്ച കൈക്കോട്ടുകുളം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. വെള്ളം സുലഭമായുണ്ടെങ്കിലും പായൽ മൂടിയ അവസ്ഥയിലാണ്. സംരക്ഷണം ഇനിയും വൈകിയാൽ കൈക്കോട്ടുകുളം ഓർമ്മയാവാൻ ഇനി അധികം വൈകില്ല. വർഷങ്ങൾക്ക് മുന്നേ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിരുന്നെങ്കിലും തുടർ പരിപാലനമില്ലാത്തതിനാൽ വെള്ളത്തിൽ മാലിന്യം കലർന്നതോടെ ആളുകൾ ഉപയോഗിക്കാതെയായി. വെള്ളം സുലഭമായി ഉണ്ടെങ്കിലും കുളം മുഴുവൻ ഇപ്പോൾ പായലാൽ മൂടിയിരിക്കുന്നു. നാട്ടിലെ ജലസ്രോതസ്സുകൾ മിക്കതും വറ്റിത്തുടങ്ങിയ ഈ സമയത്തും കുളത്തിൽ വെള്ളമുണ്ടെന്നത് ശ്രദ്ധേയമാണ്. എന്നിട്ടും കുളം സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ മുന്നോട്ട് വരുന്നില്ല. ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ തലക്കുളം എന്നേക്കുമായി ഓർമ്മയാകാൻ അധികകാലം വേണ്ടിവരില്ല. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 1980-ലാണ് തലക്കുളം പദ്ധതി പ്രകാരം അലനല്ലൂർ ടൗണിനോട് ചേർന്ന് പെരിന്തൽമണ്ണ റോഡിൽ കൈക്കോട്ടുകുളം നിർമ്മിച്ചത്. തുടർന്ന് പ്രദേശവാസികൾ വർഷങ്ങളോളം അലക്കാനും കുളിക്കാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ്. എന്നാൽ വർഷക്കാലങ്ങളിൽ മലിനജലം എത്താൻ തുടങ്ങിയതോടെ ആളുകൾ കുളം ഉപയോഗിക്കാതെയായി. തുടർന്ന് പരിപാലനമില്ലാതെ കിടന്ന കുളം 5 വർഷം മുന്നേ ബ്ലോക്ക് പഞ്ചായത്ത് സംരക്ഷണ ഭിത്തികൾ കെട്ടി നവീകരിച്ചു. എന്നാൽ തുടർന്നും കുളത്തിലേക്ക് മലിനവെള്ളം ഒഴുകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. കുളം സംരക്ഷിച്ചാൽ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം താഴാതിരിക്കാനുള്ള ശാശ്വത പരിഹാരം കൂടിയാകും. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്നേഹഭവനം പദ്ധതിയിൽ 3ാമത്തെ വീടൊരുങ്ങുന്നു. 3ാം സ്നേഹഭവനത്തിന്റെ മെയിൻ വാർപ്പ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ കുറുവട്ടൂരിൽ നടന്നു. 2024 മാർച്ച് 8-ന് സ്കൂളിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാണ് ആദ്യ സ്നേഹഭവനം സമർപ്പിച്ചത്. 2ാം സ്നേഹഭവനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കടമ്പൂരിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് 2024 ഓഗസ്റ്റിൽ സമർപ്പിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിർധനയായ പെൺകുട്ടിക്കാണ് 3ാം സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ മെയിൻ വാർപ്പ് ചടങ്ങിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ, പഞ്ചായത്ത് മെമ്പർ സി രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ PS ആര്യ, PTA പ്രസിഡന്റ് മുരളീധരൻ, PTA വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ, HM ഇൻചാർജ് സുനിതാകുമാരി, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരിദാസൻ, കൃഷ്ണദാസ്, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ സുരേഷ് കുമാർ, P രവികുമാർ, സംഗീത, കോൺട്രാക്ടർ രാജാമണി,
സ്നേഹവീട് കമ്മിറ്റി അംഗങ്ങൾ, NSS പ്രോഗ്രാം ഓഫീസർ ബാലകൃഷ്ണൻ, NSS വളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. വീടിന്റെ തുടർ പ്രവൃത്തികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഇത് തുടങ്ങിയ മുതൽ യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആളുകൾ കേവലം ഒരു മണിക്കൂർ കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങളും സാമഗ്രികളും അതുപോലെ ഫണ്ടാണെങ്കിലും നോക്കുമ്പോൾ ഒരാൾക്കും അതിനൊരു മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും അങ്ങേയറ്റം അത്ഭുതമാണ്. ഒന്നാമത്തെ വീടിന് സ്നേഹഭവനത്തിന് എങ്ങനെയാണോ ഊർജ്ജം ഉണ്ടായിരുന്നത് അതേ ഊർജ്ജം ഉൾക്കൊണ്ടുക തന്നെയാണ് മൂന്നാമത്തെ സ്നേഹഭവനത്തിനും. എല്ലാവരും സ്റ്റാഫ്, അതുപോലെ PTA, അതുപോലെ മാനേജ്മെൻറ്റ്, നാട്ടുകാരുടെ സഹകരണം ചില്ലറയൊന്നുമില്ല. സാമഗ്രികളായിട്ട് ഒരുപാട് ചോദിക്കുമ്പോഴേക്കും കിട്ടുന്ന രീതിയിൽ അങ്ങനെ സഹകരണം ഒന്നാമത്തെ വീടിൻ്റെ അതേപോലെ തന്നെ മൂന്നാമത്തെ വീടിനും ഉണ്ട്. നമ്മൾ ഒട്ടും വിചാരിച്ചതല്ല ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനൊരു വീട് വെക്കാൻ പറ്റുമെന്ന്. എല്ലാവരുടെയും ഈ സഹകരണവും ഈ ഒരു ഊർജ്ജസ്വലതയും കൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വൃദ്ധനായ കുട്ടികൾക്ക് സ്നേഹവീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച പ്രോജക്റ്റ് ഇത് മൂന്നാമത്തെ സ്നേഹഭവനമാണ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 സ്നേഹവീടുകൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി. ശ്രീകൃഷ്ണൻ ഗ്രാമപഞ്ചായത്തിൽ +1 ക്ലാസ്സിൽ പഠിക്കുന്ന കാഴ്ച പരിമിതിയുള്ള കുട്ടിക്ക് ശ്രീകൃഷ്ണൻ ഗ്രാമപഞ്ചായത്തിൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അടുത്ത് വീട് നിർമ്മിച്ച് നൽകി. രണ്ടാമത്തെ വീട് അച്ഛൻ നഷ്ടപ്പെട്ട ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കടമ്പൂരിലാണ് വീട് നിർമ്മിച്ച് നൽകിയത്. മൂന്നാമത്തെ സ്നേഹഭവനം നിർമ്മിക്കുമ്പോൾ ഏകദേശം 10ഓളം കുട്ടികൾ, സന്നദ്ധരായ അർഹതപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു. ഏറ്റവും അർഹതപ്പെട്ട കുട്ടി എന്ന നിലയിലാണ് നമ്മുടെ വെള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരിൽ ചേരിക്കുട്ടി താമസിക്കുന്ന വിദ്യാർത്ഥിക്ക് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത്. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂൾ നടപ്പിലാക്കിയ ഇംഗ്ലീഷ് പോഷണ പദ്ധതി എൻറിച്ചിന്റെ വിജയോത്സവം സംഘടിപ്പിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പ്രൈമറി ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാന ശേഷികൾ കൈവരിക്കുന്നതിനും കുട്ടികളിലെ അടിസ്ഥാന ഭാഷാശേഷികളിൽ പുനരനുഭവങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂൾ പ്രകാരം പദ്ധതി നടപ്പിലാക്കിയത്. 41 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് വ്യാഴാഴ്ച വിജയോത്സവം സംഘടിപ്പിച്ചത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം അലി മഠത്തോടി അധ്യക്ഷയായി. വാർഡ് BRC കോർഡിനേറ്റർ T ഹിമാവിശ്വൻ, എഴുത്തുകാരൻ ഇബ്നു അലി എടത്തനാട്ടുകര, ഇംഗ്ലീഷ് റിസോഴ്സ് പേഴ്സൺ ബഷീർ ചാലിയൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മത്ത് മഠത്തൊടി, PTA പ്രസിഡന്റ് MP നൌഷാദ്, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം, MPTA വൈസ് പ്രസിഡന്റുമാരായ P ശാരിക, T സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇനി കാണാം ഷോപ്പ് ന്യൂസ്. പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിലവിലുള്ള കാഷ്യൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഫാം തൊഴിലാളി യൂണിയൻ CITU പട്ടാമ്പി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KP അജയൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി C അയ്യപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PR സുരേഷ് ബാബു, AV സുരേഷ്, P വിജയകുമാർ, KC ഷാജി, MP മുഹമ്മദ് ഷാഫി, K ഗോപാലകൃഷ്ണൻ, V മണികണ്ഠൻ, P രമണി എന്നിവർ സംസാരിച്ചു. NCC വെൽഫെയർ ഡേയുടെ ഭാഗമായി ഒറ്റപ്പാലം 28 ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ S ശ്രീരാമിന് പട്ടാമ്പി കോളേജ് NCC ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. തുടർന്ന് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ കണ്ടിജന്റ് ഡ്രിൽ, ക്രെയിൻ ഡ്രിൽ എന്നിവ നടന്നു. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷത വഹിച്ചു. NCC ഓഫീസർ Dr. A പ്രമോദ്, Dr. P അബ്ദു, ഷെരീഫ് തുമ്പിൽ, ബാലകൃഷ്ണൻ, AM നിരഞ്ജൻ, K ഹംസ എന്നിവർ സംസാരിച്ചു. What I would like to say is, specifically the third year students who are there, I think it's an emotional moment for them because they've gone through 3 years of training, they've been with uniform, and virtually the college session is over. I think I think next month your semesters are there. When are your semesters? Third year semesters? April. Okay, so just about need 10 days more of you. Your journey in NCC uniform is almost coming to an end. For others, you still have a time. So it's an emotional kind of moment for you. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പശ്ചാത്തല വികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി ഒറ്റപ്പാലം നഗരസഭ പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം നഗരവികസനത്തിനും നീളാനദി സംരക്ഷണത്തിനും ബജറ്റിൽ തുക വകയിരുത്തി. നടപ്പാക്കാൻ കഴിയാത്ത പൊള്ളയായ ബജറ്റെന്ന് പ്രതിപക്ഷം. ഭവനരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി വിളയൂർ പഞ്ചായത്തിന്റെ ബജറ്റ്. ആരോഗ്യമേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ. ആകെ 38.6 കോടിയുടേതാണ് ബജറ്റ്. പാലക്കാട് വീണ്ടും ലഹരിവേട്ട. ഹാഷിഷോയിലുമായി 2 പേർ പോലീസ് പിടിയിൽ. പ്രതികൾ ടൗൺ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ കണ്ണികളെന്ന് പോലീസ്. വേനൽ കത്തി നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാതെ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ. തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലാണ് ലക്ഷങ്ങൾ ചിലവിട്ട പദ്ധതി നോക്കുകുത്തിയാവുന്നത്. പലതും നാശാവസ്ഥയിൽ. അനങ്ങൻ മലയടിവാരത്ത് ആനച്ചന്തം തീർക്കുന്ന കീഴൂർ കാളികാവ് പൂരത്തിന് തട്ടകമൊരുങ്ങി. പൂരം ശനിയാഴ്ച, വലിയ ആറാട്ട് വെള്ളിയാഴ്ച ആഘോഷിക്കും. പൂരം ഇത്തവണയും മലബാർ ന്യൂസ് തത്സമയം പ്രേക്ഷകരിലെത്തിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.